2021 കേരള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അർഹമായ തറവില ഉറപ്പാക്കൽ ബിൽ ശ്രീ കുറുക്കോളി മൊയ്തീൻ MLA നോട്ടീസ് നൽകിയത്. ശ്രീ കുറുക്കോളി മൊയ്തീൻ 2024 ജൂൺ 24 ഈ ബില്ലിൻ്റെ അവതരണാനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കുകയും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഉപക്ഷേപത്തെ എതിർക്കുകയും ചർച്ച പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ചർച്ച പൂർത്തിയാക്കാത്തതിനാൽ ശ്രീ കുറുക്കോളി മൊയ്തീൻ MLAക്ക് ചർച്ച തുടരാവുന്നതാണ്. സർ, കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ തറവില ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സ്വകാര്യ ബില്ല് ഞാൻ ഈ സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തും പഞ്ചാബിലും കർഷകർ മാസങ്ങളായി സമരിക്കുകയാണ് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 13 മാസത്തിലധികം നീണ്ടുനിന്ന വലിയ കർഷക സമരം ഡൽഹിയിൽ ഇതിനു മുമ്പ് അരങ്ങേറുകയുണ്ടായി. ആ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അവസാനത്തെ ഘട്ടത്തിൽ തയ്യാറായി എങ്കിലും അന്ന് കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് കർഷകർ വീണ്ടും സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ സഭയിൽ ഒരു സ്വകാര്യ പ്രമേയം ബില്ല് ഞാൻ നേരത്തെ തന്നെ അവതരിപ്പിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ കാർഷിക മേഖലയെ പരിശോധിക്കുമ്പോൾ ഏറ്റവും ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലെ കർഷകരെ മൊത്തത്തിലെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പം നമുക്കറിയാം, ദേശീയ തലത്തിൽ നമുക്ക് ഉൽപ്പാദന ചെലവ് കർഷകർക്ക് കേരളത്തിലുള്ളതിനേക്കാൾ കുറഞ്ഞത് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ. ഇവിടെ വർദ്ധിച്ച മറ്റു സംസ്ഥാനങ്ങളുള്ളതിൻ്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ കൂലിച്ചെലവ് പോലുമുണ്ട്. ഇതേപോലെ മറ്റെല്ലാ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാമഗ്രികൾക്കും ചെലവ് ഇനം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് കേരളം ഇന്ത്യയിലെ മൊത്തം സാഹചര്യത്തിലും മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ സാഹചര്യങ്ങളെ ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്ന കർഷകർ നടത്തുന്ന ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരപന്തൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കേഴ്സിൻ്റെ സമരപന്തൽ പൊളിച്ച മാതൃകയിൽ ഇന്നലെ പോലീസിനെ കൊണ്ട് പൊളിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ആശാമാരുടെ സമരപന്തൽ പൊളിച്ച മാതൃകയിൽ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോ വാക്കാൽ കേരളത്തിലെ തീരുമാനമുള്ളത് നെല്ല്, നാളികേരം, റബ്ബർ എന്നിവയുടെ സംഭരണത്തിനാണ് വ്യവസ്ഥ ഇപ്പോൾ കേരളത്തിലുള്ളത്. എന്നാൽ നെല്ലിൻ്റെയും റബ്ബറിൻ്റെയും സംഭരണം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഇവിടെ നെല്ല് 28 രൂപ 20 പൈസക്കും, നാളികേരം 28 രൂപ 34 രൂപക്കും, റബ്ബർ 170 രൂപയും നിശ്ചയിച്ചുകൊണ്ടാണ് സംഭരണ വില നിശ്ചയിച്ചിട്ടുള്ളത്. കാലോചിതമായി പരിഷ്കരിക്കാൻ കർഷകർക്കുണ്ടാകുന്ന ചെലവിനെ കൂടി പരിഗണിച്ചുകൊണ്ട് വില നിർണ്ണയിക്കുവാനോ നമ്മുടെ സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഉൽപ്പാദന ചെലവിൻ്റെ കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ചെലവ് നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിന് വേണ്ട ചെലവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് വിലക്കയറ്റ തോത് കേരളത്തിലാണ് ഒന്നാമതായി ഉയർന്നു നിൽക്കുന്നത് എന്ന് 4 ദിവസം മുമ്പ് റിപ്പോർട്ട് വരികയുണ്ടായി. നമ്മുടെ താഴെ ചാന്ദിഗഡാണ് ഉള്ളത്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വില വർധനവ് നിത്യോപയോഗ സാധനങ്ങൾക്ക് കേരളത്തിലാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല, നമ്മുടെ ജീവിത ചെലവ് പൊതുവെ വർദ്ധിച്ചു വരികയാണ്. യാത്ര ചെലവ്, വൈദ്യുതി. സാർ, വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അദ്ദേഹം ഈ ബില്ലിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. അതിലൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ആ താല്പര്യം, കാർഷിക താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കുക. പക്ഷേ നമ്മൾ ഈ ബില്ല് അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും എന്നാണ് കരുതുന്നത്. ഇന്ത്യ രാജ്യത്തിലെ ഭക്ഷ്യധാന്യ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനും അത് സംഭരിക്കാനും ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് അധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലവിലുള്ള നിയമമനുസരിച്ച് ഭക്ഷ്യധാന്യ സംഭരണത്തിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യധാന്യത്തിൻ്റെ വില
നിശ്ചയിക്കാനും കേന്ദ്രത്തിന് മാത്രമേ അവകാശമുള്ളൂ. ഇവിടെ കേരളം പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ട് സബ്സിഡികൾ അനുവദിച്ചുകൊണ്ട് രാജ്യത്ത് മറ്റെവിടെയും നൽകാത്ത വില നെല്ലിന് ഉൾപ്പെടെ നൽകുന്ന ഒരു നാടാണ് എന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹം ഉൽപ്പാദന ചെലവിൻ്റെ കാര്യം പറഞ്ഞു. ആ ചെലവിൽ ഉൽപ്പാദന ചെലവിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദന ചെലവ് കർഷകൻ അനുഭവിക്കേണ്ടി വരുന്നത് രാസവളത്തിൻ്റെയും കീടനാശിനിയുടെയും വിലവർധനവും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലവർധനവുമാണ്. അതെല്ലാം സൃഷ്ടിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയമാണ്. അത്തരം സാമ്പത്തിക നയം ഇന്ത്യ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ധാരണയുണ്ടാവും എന്നാണ് കരുതുന്നത്. ആ ഘട്ടത്തിൽ ഈ ബില്ല് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്ന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കർഷകരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ നാളികേരം സംഭരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഈ സംഭരിച്ച നാളികേരത്തിന് വില ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർ, അങ്ങ് നേരത്തെ ഇവിടെ പറയുണ്ടായി, ഈ ഡൽഹിയിൽ കർഷകരുടെ സമരം ഉണ്ടായപ്പോൾ അതിനെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾക്കെതിരെ ഒരുമിച്ച് അതിനെ പ്രതിഷേധിച്ചവരാണ് നമ്മളെല്ലാവരും. അധ്വാനത്തിൻ്റെ ഫലം ചോദിച്ചുകൊണ്ടാണ് അവിടെ കർഷകർ സമരം ചെയ്തത്. അധ്വാനത്തിൻ്റെ ഫലം വേതനം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ആശാ വർക്കേഴ്സ് സമരം ചെയ്തത്. അവർ മഴ വന്നപ്പോൾ മഴ നനയാതിരിക്കാൻ ടാർപ്പാളിൻ വെച്ച് അത് സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അത് പിടിച്ചു പറിച്ചുകൊണ്ട് പോലീസ് പോകുമ്പോൾ അവിടെ സമരത്തോട് കാണിക്കുന്ന അതേ സമീപനം തന്നെയല്ലേ ഇവിടെ സമരത്തോട് സർക്കാർ കാണിക്കുന്നത് എന്ന കാര്യത്തോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? സർ, അങ്ങയുടെ കർഷക സ്നേഹത്തോടും കാർഷിക പ്രശ്നങ്ങളോടും ഒക്കെ നമുക്ക് യോജിക്കാം. പക്ഷേ അങ്ങേക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് പൊതു ഇടങ്ങളിലോ സെക്രട്ടേറിയറ്റ് പരിസരത്തോ ഓഫീസുകളുടെ മുന്നിലോ സമരപ്പന്തലൊന്നും കെട്ടാനായിട്ട് ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് കൊല്ലത്ത് നടന്നു. സർ, കൊല്ലത്ത് ആ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ചില ബോർഡുകൾ കുറച്ച് തോരണങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. സർ, കോടതിയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം നഗരസഭ 4 ലക്ഷം ഉറുപ്പിക പെനാൽറ്റി ഈടാക്കുന്നൊരു അവസ്ഥാവിശേഷം ഉണ്ടായി. സർ, ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന CITU-വിൻ്റെയും INTUC-യുടെയും STU-വിൻ്റെയും ഒരു സമരത്തിനും പന്തലിടാൻ പറ്റുന്നില്ല. സർ, അത് ആശാ വർക്കേഴ്സിനും ബാധകമാണ്. ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ പന്തലിടരുതെന്ന് പറയുന്നൊരു സമീപനമില്ലെന്നുള്ള കാര്യം അങ്ങേക്ക് നന്നായിട്ട് അറിയാമല്ലോ. സാർ, ഒറ്റ കാര്യം സാർ, അങ്ങയുടെ ബില്ലിനകത്തൊരു പ്രശ്നം, ഇവിടെ റബ്ബറിൻ്റെ കാര്യം പറഞ്ഞു. സത്യത്തിൽ റബ്ബർ ഒരു കാർഷിക ഉൽപ്പന്നമല്ല, റബ്ബറിനെ വ്യാവസായിക ഉൽപ്പന്നം. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും കാർഷിക ഉൽപ്പന്നമായിട്ട് അംഗീകരിച്ചിട്ടില്ല. നിരന്തരമായിട്ട് കേരളം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. സാർ, ഈ KM മാണി സാറിൻ്റെ കാലത്താണ് വിലസ്ഥിരതാ ഫണ്ട് റബ്ബറിനെ കൊണ്ടുവരുന്നത്. അന്ന് റബ്ബറിൻ്റെ വില വളരെ താഴ്ന്നത്. ഈ ഗവൺമെൻറ് തന്നെ 2079.41 കോടി രൂപ റബ്ബർ കൃഷിക്കാർക്ക് റബ്ബർ സബ്സിഡിയായിട്ട് അവർക്ക് വിലസ്ഥിരതയുടെ ഭാഗമായ ആ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇനി കുറുക്കോളി, അങ്ങേക്ക് 10 മിനിറ്റാണ് സമയമുള്ളത്. ഇനി 8 മിനിറ്റായി, 2 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇനി വഴങ്ങുന്നുണ്ടോ? താങ്കൾ വഴങ്ങുന്നുണ്ടോ? കർഷക സമരം ഇന്നും പഞ്ചാബിൽ തുടരുകയാണ്. മലയാളികളടക്കം ശ്രീ PT ജോൺ അടക്കമുള്ള മലയാളികൾ അവിടെ അറസ്റ്റിലാണ്. അപ്പൊ അതിൽ കേരള സർക്കാർ ഇടപെടൽ നടത്തണം എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഇക്കാര്യത്തിൽ? ഇവിടെ സമയമില്ല, 8 മിനിറ്റായി, 2 മിനിറ്റേ ഉള്ളൂ. വഴങ്ങുന്നുണ്ടോ? സർ, ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിലസ്ഥിരതയില്ല എന്ന് തന്നെയാണ്. ആ വിലസ്ഥിരതയുടെ പ്രശ്നം ഉൾപ്പെടെ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സ്വാമിനാഥനെ കമ്മീഷനായി നിയമിച്ചിരുന്നത്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കോൺഗ്രസ് ഭരണകാലത്ത് സമർപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. ആ സ്വാമിനാഥൻ കമ്മീഷൻ ഉൽപ്പാദന ചെലവിൻ്റെ 50% അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ കൃഷിക്കാരുടെ ഈ വിലസ്ഥിരതാ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇക്കാര്യം അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ട ആവശ്യകത അങ്ങ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ടോ? ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും ഞാൻ മറുപടി പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല. ഇത് തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നുണ്ടോ? മാറ്റിവെക്കാണ്. അപ്പോ ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇവിടെ ഉന്നയിച്ച എല്ലാവരോടും കൂടി പൊതുവിൽ ഞാൻ മറുപടി പറയാണ്. തറവില ഉൽപാദന ചെലവിൻ്റെ 1.5 ഇരട്ടി വില നിശ്ചയിച്ചുകൊണ്ട് സംഭരിക്കാൻ സന്നദ്ധമാകും എന്ന്
കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ജനങ്ങളോട് പറഞ്ഞതാണ്. ഇത് പാലിച്ചാൽ തന്നെ കർഷകർക്ക് സ്വല്പം രക്ഷയുണ്ടാകും. എന്നാൽ അതുപോലും മാന്യമായി അത് അംഗീകരിക്കുവാനോ നടപ്പിലാക്കുവാനോ ഈ ഭരണകൂടം കേരളത്തിനും തയ്യാറായിട്ടില്ല, കേന്ദ്രത്തിനും തയ്യാറായിട്ടില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ പ്രക്ഷോഭവുമായി ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ ഈ സമരവുമായി കർഷകർ മുന്നോട്ട് വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഇങ്ങനെ വർദ്ധിച്ച വില നെല്ലിനും മറ്റും നൽകി സംഭരിക്കുന്നത് ഇത് കേരളത്തിൽ ആദ്യമായിട്ടല്ല. ബഹുമാനപ്പെട്ട അങ്ങ് തുടർ ചർച്ചയ്ക്കായി മാറ്റിവെക്കുന്നുണ്ടല്ലോ. ഈ കാര്യം കൂടി പൂർത്തിയാക്കാം. ഇവിടെ നാളികേരം, പച്ചത്തേങ്ങ മറ്റൊരിടത്തും സംഭരിക്കാത്തൊരു സന്ദർഭത്തിലാണ് കേരളത്തിൽ സംഭരണം ഉണ്ടായത്. 94 കരുണാകരൻ ഗവൺമെന്റിന്റെ കാലത്ത് കേന്ദ്രം തരുന്ന വിഹിതം കാത്തു നിന്നിട്ടല്ല നെല്ലിന്റെ സംഭരണം കേരളത്തിൽ ആരംഭിച്ചത്. കേന്ദ്രം പണം തന്നിട്ടല്ല റബ്ബറിന്റെ സംഭരണം 2015 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആരംഭിച്ചത്. അതുകൊണ്ട് കേന്ദ്രത്തിൽപ്പെട്ട കേന്ദ്രമാണോ ഭക്ഷ്യം മറ്റേതാണോ ആരെ കൈകാര്യം ചെയ്യണത് എന്ന തർക്കത്തിന്റെ ആവശ്യമില്ല. കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ കേരളത്തിലെ സർക്കാർ എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു നയവും ആ ഒരു സമീപനവും ഇപ്പൊ കാണുന്നില്ല എന്നത് ഈ ബില്ലിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർഷകരെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഉൽപ്പന്നങ്ങൾ അതിന്റെ തറവില, മാന്യമായ തറവില നൽകി സംഭരിക്കുവാൻ സന്നദ്ധമാകേണ്ടതുണ്ട്. തുടർന്ന് ചർച്ചയ്ക്കായി ഇത് മാറ്റിവെക്കുന്നു.